അതേപോലെ വർഷങ്ങൾക്ക് മുൻപ് ഫുട്ബോൾ ഇതിഹാസമായിരുന്ന മറഡോണയെ കേരളത്തിൽ പോകുന്ന ആളാണ്. ഇപ്പൊ അതേപോലെ തന്നെ എല്ലാ ഫുട്ബോൾ പ്രേമികർക്ക് ആവേശകരം മെസ്സി ഇരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ബോധം എങ്ങനെയാണ് നോക്കുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് വർഷങ്ങൾ മുമ്പ് മറഡോണ നമ്മുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ദുബായിൽ വെച്ച് ഞാൻ ദുബായിൽ നിന്ന് അർജന്റീന മെസ്സിയുടെ അടുത്ത് അവിടെ വീട്ടിൽ പോയി കണ്ട് പുള്ളിയൊക്കെയായിട്ട് സംസാരിച്ചു. അന്ന് ഒപ്പിട്ട് തന്ന ബനിയനൊക്കെ എൻ്റെ അടുത്തുണ്ട്. അന്ന് മെസ്സിയും കൂടെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ മറഡോണയ്ക്ക് ഒപ്പം പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം സെറ്റായ സമയത്താണ് മറഡോണയും മെസ്സിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മീഡിയയിലൊക്കെ വന്ന്. അതുകൊണ്ട് തൽക്കാലം ആ സമയത്ത് പിന്നെ മെസ്സിയെ ബ്രാൻഡ് അംബാസഡർ ആക്കിയില്ല. തീർച്ചയായിട്ടും വരുന്നുണ്ട്, കാണുന്നുണ്ട്. വലിയൊരു സന്തോഷമാണ് കേരളത്തിലേക്ക് മറഡോണയ്ക്ക് ശേഷം മെസ്സിയും എത്തുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് ആരാധകര് മെസ്സിയുടെ കാത്തിരിക്കുകയാണ്, മറഡോണയുടെ ഒക്കെ. അതെനിക്കറിയില്ല, സാമ്പത്തികവും ടിക്കറ്റൊക്കെ നമ്മുടെ. ഞാൻ മറഡോണയെ കൊടുന്നത് എല്ലാവർക്കും സൗജന്യമായിട്ട് കാണാനായിരുന്നു. ആരെയിൽ നിന്നും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ഇതിപ്പോ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഓരോരുത്തരും സംഘടനകളോ ഇറ്റ്സ് നോട്ട് മൈ ഏരിയ ടു ടോക്ക് അബൌട്ട്. എനിവേ